നമസ്കാരം, ഗുഡ് മോർണിംഗ്. മൈ വേൾഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണെന്ന് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം. പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഹെൽപ്പ് മീ, പ്ലീസ് ഹെൽപ്പ് മീ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കാർഡ് എടുക്കാം. കിങ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട്. ദ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, 3 ഓഫ് സോൾസ് വന്നിട്ടുണ്ട്. ഫൈവ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 7 ഓഫ് സോൾസ് വന്നിട്ടുണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് വാലിഡ് ആവുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതി, അതല്ലെങ്കിൽ വിട്ടുകളയുക. നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിൻ്റെ പോസിറ്റിവിറ്റി ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയാവുന്നതാണ്. ഓക്കെ, പേജ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. ദ മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്. വളരെ പോസിറ്റീവോട് കൂടി ഇരുന്ന് റീഡിംഗ് കാണുക. 10 ഓഫ് സോൾസ് വന്നിട്ടുണ്ട്. പ്ലീസ് പ്ലീസ് പ്ലീസ്. 10 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. പ്ലീസ് 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 പ്ലീസ്. 2 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാർഡ് കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ക്യൂൻ ഓഫ് പെൻഡിക്കിൾസും വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു കാർഡ് കൂടെ നമുക്ക് നോക്കാമേ. ഒരു കാർഡും കൂടെ, ലാസ്റ്റ് ഒരു കാർഡ് കൂടെ നോക്കാം. ഓക്കെ, ദ ഫൂൾ എനർജി വന്നിട്ടുണ്ട്. ഓക്കെ, റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാം. അപ്പോൾ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് പരസ്പരം വാശിപ്പുറത്ത് നിൽക്കുന്ന രണ്ട് ആൾക്കാരുടെ ഒരു എനർജിയാണ്. പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, രണ്ടുപേരും അതിതീവ്രമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അങ്ങനൊരു സാഹചര്യമാണ്. അതിലിപ്പോൾ ഒരുപാട് ഖേദിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സെപ്പറേഷനിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികളുടെ ഒരു എനർജിയാണ്. അതല്ലെങ്കിൽ ഇപ്പം നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഭയങ്കരമായിട്ട് നിരാശയുണ്ട്, ചെയ്തത് തെറ്റായി പോയി എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾ രണ്ടുപേരുടെയും എനർജി തമ്മിൽ, ഉള്ളിലെ ഒരു സോൾ തമ്മിൽ കണക്റ്റഡ് ആണ്. നിങ്ങളെ ഒരു യൂണിവേഴ്സ് കൂട്ടിച്ചേർത്ത് വെച്ചതാണ്. അപ്പോൾ അടുത്തിരിക്കുമ്പോഴല്ല, അകന്നിരിക്കുമ്പോഴാണ് എത്രത്തോളം ഒരു സ്നേഹം ഉണ്ട് എന്നുള്ളത് പിന്നെയും പിന്നെയും ബോധ്യമാവുന്നത്. അപ്പം രണ്ടുപേരും വാശിപ്പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്ന ആളാണ് തെറ്റ് ചെയ്തത്, അല്ലെ ഇന്ന ആളാണ് തെറ്റ് ചെയ്തത്, വരട്ടെ, ഇങ്ങോട്ട് തിരിച്ച് വരട്ടെ, എന്നെയല്ലേ ഇങ്ങോട്ട് വേദനിപ്പിച്ചത്, അപ്പം ഞാനെന്തിനാ അങ്ങോട്ട് പോകണം എന്നുള്ളൊരു സാഹചര്യത്തിൽ ഒരാൾ നിൽക്കുന്നു. അതേ സാഹചര്യത്തിൽ തന്നെ മറ്റൊരാളും നിൽക്കുന്നു. എന്നാൽ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ജീവനാണ്. കാണാതിരിക്കാനും പറ്റത്തില്ല, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. എന്നാൽ വിട്ടുകൊടുക്കാനും പറ്റത്തില്ല എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ അതിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. ഒരുപാട് നഷ്ടങ്ങൾ ഇതിനിടയ്ക്ക് സംഭവിച്ചു. ഒരു വഴക്കിൻ്റെ പേരിൽ, ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു. അതിൽ രണ്ടു പേർക്കും ഖേദിക്കുന്നുണ്ട്. അപ്പം ഒരു സമചിത്തതയോടുകൂടി, ഒരു ഊഷ്മളതയോടുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് കാണുന്നത്. ഒരു വിട്ടുവീഴ്ച മനോഭാവം കാണിക്കണം എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. പരസ്പരം ഒരു വിട്ടുവീഴ്ച കാണിച്ചാലേ ഒരു അത്ഭുതം സംഭവിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു വിട്ടുവീഴ്ചയിലൂടെ ഒരു ഉയർച്ച ഉണ്ടാവുകയുള്ളൂ എന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്ന ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ബന്ധം അങ്ങനെ വിട്ടുപോകാനുള്ളൊരു ബന്ധമല്ല. എന്തായാലും ഈ ഒരു ബന്ധം യൂണിവേഴ്സ് കൂട്ടിച്ചേർത്ത് വെച്ചതാണ്. അപ്പോൾ അത് യൂണിവേഴ്സിന് നിങ്ങൾക്കായിട്ടത് പിരിഞ്ഞു പോകാൻ ഒരിക്കലും സാധ്യമല്ല. അപ്പം ഇതിനകത്ത് വേറൊരാൾ ഇടപെടുന്നതിലേക്കാട്ടി നല്ലത് നിങ്ങൾ തന്നെ മനസ്സ് വെച്ച് മുന്നിട്ടിറങ്ങണം എന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാണുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ. അതിന് ഈ ഒരു ബന്ധം എന്നും ഒരു സക്സസ്സിലോട്ട് തന്നെ നിൽക്കും എന്ന ഒരു സഫലീകരണം ഉണ്ടാവും. അപ്പം ഒരു വിട്ടുവീഴ്ച മനോഭാവം നിങ്ങളിൽ ആരെങ്കിലും തയ്യാറെടുത്ത് നിങ്ങളിപ്പം ആലോചിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ചിന്തിക്കുകയാണ്. അപ്പം പരസ്പരം ഒരു കൂടിച്ചേരൽ ഉണ്ടാവുന്നുണ്ട്. ഉടൻ തന്നെ ഈ ഒരു അകൽച്ചയ്ക്ക് ഒരു വിരാമം വരുന്നുണ്ട്, ഒരു പുതിയ തുടക്കം വരുന്നുണ്ട് എന്ന് തന്നെയാണ് ദ ഫൂൾ എനർജിയിലൂടെ പറയുന്നത്. ഒരു സഫലീകരണം, ക്യൂൻ ഓഫ് പെൻഡിക്കിൾസ് എന്ന് പറയുമ്പോൾ ഒരു സഫലീകരണമാണ്. ഇത്രയും നാളത്തെ കാത്തിരിപ്പിന്, ഇത്രയും നാളത്തെ വിഷമത്തിന് ഒരു വിരാമം വരുന്നുണ്ട്.
ഒരു സഫലീകരണം വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണിക്കുന്നത്. അപ്പോൾ പരസ്പരം വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോകാനും യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് ആയിട്ടുണ്ട് ദ മജീഷ്യൻ കാർഡിലൂടെ പറയുന്നത്. ഒരു വിട്ടുവീഴ്ച കാണിച്ചാൽ മാത്രമേ ഒരു കുടുംബജീവിതത്തിൽ ഒരു ഉയർച്ച, ഒരു അത്ഭുതം സംഭവിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് മജീഷ്യൻ കാർഡ്. ഈ ഒരു വിട്ടുവീഴ്ച ഇല്ലാത്തതിൻ്റെ പേരിലാണ് നിങ്ങൾ ഈ കഷ്ടപ്പെട്ടത് മുഴുവൻ, ഈ വേദന അനുഭവിച്ചത് മുഴുവൻ. അതിനകത്ത് നിങ്ങളെ വിഷമത്തിൽ നിങ്ങളാണ് വിഷമിക്കുന്നത്. അതിനകത്ത് മറ്റുള്ളവർക്ക് കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ, ഇടപെടാൻ പറ്റില്ല. ഒരു വ്യക്തിയുടെ കുടുംബജീവിതം എന്ന് പറയുമ്പോൾ ഒരു തേർഡ് പാർട്ടിക്ക് ഇടപെടുന്നതിൽ അതിനൊരു പരിധിയുണ്ട്. അപ്പം നമ്മളാണ് ഈ ചെയ്തു കൂട്ടിയതിനെല്ലാം ആരാണ് അനുഭവിക്കുന്നത്? നമ്മൾ തന്നെയാണ് അനുഭവിക്കുന്നത്. അപ്പം നമ്മളുടെ കൈ നമ്മുടെ തലയ്ക്ക് വെച്ചാലേ നമുക്ക് കിടക്കാൻ പറ്റത്തുള്ളൂ. അപ്പം വേറൊരാൾ അതിനകത്ത് ഇടപെടുത്താൻ പറ്റത്തില്ല. അപ്പം നമ്മളുടെ ജീവിതം നമ്മൾ തന്നെ മനസ്സുകൊണ്ട് വിചാരിക്കണം. തെറ്റുകൾ ആർക്കായാലും പറ്റും, ഏതൊരു വ്യക്തിക്കായാലും ഏത് മഹാരാജാവിനായാലും തെറ്റ് പറ്റും. അപ്പോൾ അത് ക്ഷമിക്കുക എന്നാണ് ഈശ്വരൻ്റെ മുമ്പിൽ ഒരു വലിയ കഴിവ്, ഈശ്വരൻ്റെ മുമ്പിൽ ഒരു വലിയ സ്ഥാനം നേടുന്നത്. അപ്പം നിങ്ങൾ തമ്മിൽ ആർക്കും പിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ തമ്മിൽ യൂണിവേഴ്സ് കൂട്ടിച്ചേർത്ത് വെച്ചേക്കുന്ന ഒരു ബന്ധമാണ്. ആ ബന്ധത്തിൽ നിന്ന് ആരും നിങ്ങളെ പിരിച്ചുകൊണ്ട് പോകാനും പറ്റത്തില്ല. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ആ ഒരു വഴി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരിക്കലും പിരിയാനും കഴിയില്ല. അപ്പം നിങ്ങൾ എന്തിനപ്പോൾ വഴക്കടിക്കേണ്ട കാര്യം എന്താ? സന്തോഷമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പം ആരുമല്ല വലുത്, എല്ലാവരും ഒരേപോലെയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇന്നയാളല്ല വലുത്, ഒരാളുണ്ടെങ്കിൽ ഒരാൾക്ക് നിലനിൽപ്പുള്ളൂ, മറ്റേയാളില്ലെങ്കിൽ മറ്റേയാൾക്ക് നിലനിൽപ്പില്ല. അപ്പം രണ്ടുപേരും തുല്യരാണ് എന്നുള്ളൊരു രീതിയിൽ സന്തോഷമായിട്ട് പോയാൽ, ആ ഒരു വിട്ടുവീഴ്ച നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഒരു സന്തോഷമായിട്ടൊരു സഫലീകരണം, ഒരു സാക്ഷാത്കാരം നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നു. തീർച്ചയായും ഈ ഒരു വഴക്കിനൊരു വിരാമം വീഴാൻ പോകുന്നു. ഒരു പുതിയ തുടക്കം, ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇത് ഫൂൾ എനർജി വന്നേക്കുന്നത്. ലാസ്റ്റ് വന്നേക്കുന്ന കാർഡും ഇതേപോലെയാണ്. ഈ കാത്തിരിപ്പിനൊരു വിരാമം ഉണ്ടാവാൻ പോകുന്നു. അപ്പം ഇനി യൂണിവേഴ്സ് കൂട്ടിച്ചേർക്കുന്ന ഈ ഒരു ഇത് സന്തോഷമായിട്ട് നിങ്ങൾ ഒരു പ്രഷ്യസ് ആയിട്ട് കണ്ട് നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോവുക. അവിടെ നിങ്ങൾക്ക് വിജയം കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ്, ഒരു പുതിയ തുടക്കം കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഇന്നത്തെ ഒരു റീഡിങ്ങിലൂടെ വന്നത്. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു ജീവിതം, സന്തോഷപരമായിട്ടുള്ള ഈ ഒരു ജീവിതം ഈ ചിങ്ങമാസത്തിൽ, ഈ ഒരു ഓണം കാലത്ത് നിങ്ങൾക്ക് സന്തോഷവും സഫലീകരണവും ഒക്കെ ഈ യൂണിവേഴ്സ് തരട്ടെ. നിറഞ്ഞനുഗ്രഹിക്കുക. നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഈ ഒരു റീഡിങ് എത്ര പേർക്ക് റെസനേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. റെസനേറ്റ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങളിത് എടുക്കുക. എൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്യുക. യൂണിവേഴ്സിനോട് നന്ദി പറയുക. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ യൂണിവേഴ്സിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് വരികയുള്ളൂ, വന്നു ചേരുകയുള്ളൂ. നെഗറ്റീവായിട്ട് ഒരിക്കലും ഇരിക്കരുത്. ഒരു കയറ്റമുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഇറക്കവും ഉണ്ടെന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കുക. ഓക്കെ, താങ്ക് യു.